കിട്ടിയടാ രമണ, കിട്ടി. പുതുമയുള്ളതും നാട്ടുകാർക്ക് താല്പര്യമുള്ളതുമായ ഒരു പുതിയ പരിപാടിയില്ലേ നമുക്ക് വേണ്ടത്. ഇതാരാണെന്നറിയോ? നാട്ടിൽ അന്വേഷിച്ചപ്പോ അവിടെ ആർക്കും അറിയില്ല. ഒരു ക്ലൂ തരാമോ? IAS എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ IPS എന്നുള്ള ലക്ഷ്യം വെറുതെ ചിരിപ്പിക്കരുത്. ചിലപ്പോ ഒരു യൂണിഫോമിനോടുള്ള താല്പര്യം തന്നെയാണ്. അറിയോ? ഇതാരാണെന്നറിയോ? പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ഇത് കലക്ടർ ഇവിടത്തെ. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. എവിടത്തെ? തിരുവനന്തപുരത്ത്. ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. കളക്ടർ ഓ പേര് അറിയില്ല. വെറും ഒരു അലങ്കാരം മാത്രമെന്നാ ഞാൻ ധരിച്ചത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിൽ കളിമണ്ണ് മാത്രമല്ല, അല്പം കളിച്ചോറുണ്ട്. വീണ ജോർജ്. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. മന്ത്രിയാണ് നോക്കി. കണ്ടിട്ടുണ്ട്. അതല്ല, ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച. അറിയത്തില്ല. എടാ ഞാൻ ഇവിടെ ആദ്യം ഞാൻ കൊല്ലത്ത് താമസിക്കുന്നു. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല, പത്രം വായിക്കാറില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ കണ്ടിട്ടില്ല, പത്രം വായിക്കാറില്ല. എവിടെ ഞാൻ കണ്ടില്ല. എനിക്കറിയായിരുന്നു, ഞാൻ മറന്നു. ബുദ്ധിയില്ലാത്തൊരു സാധനം. പിന്നെ ഇഷ്ടം ഞാൻ നേരത്തെ അടിച്ചുണ്ട്. അടിച്ചല്ലേ ബാൻഡൊക്കെ ഇട്ട് സിന്ധു. ഞാൻ കണ്ട് റീലൊക്കെ കണ്ടേണ്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ രക്തം തിളക്കുന്നു. അറിയായിരുന്നു. ബെസ്റ്റ്. ഇനി മറ്റൊരു കാൻഡിഡേറ്റിനെ പരിചയപ്പെടുത്താം. അറിയില്ല. കളക്ടർ അല്ലേ? കറക്റ്റാണ്. ആക്കിയതാണല്ലേ? കളക്ടർ പേര് അല്ല, കളക്ടർ എനിക്ക് ഓർമ്മ ഉണ്ട്. എന്താ അത്ര പേര് ആലോചിക്കേ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? പേര് മറ്റേ എന്താ പ്രശ്നമൊക്കെ ഉണ്ടായത്? എന്തോ ഒരു പ്രശ്നം ഉണ്ടായില്ല. മക്കളെ നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാൻ. അത് പ്രശ്നം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പേര് मैंने सोचा कि केरल में बुद्धिमान का लोग रहते हैं, मगर अभी मालूम पड़ा मैंने गलत समझा हूँ. ഓ ഇല്ല, അത് संपूर्ण चाचरदा बंदर का बच्चे.